പ്രതിരോധ സേനയുടെ യുദ്ധമുഖത്തെ നീക്കങ്ങൾ ലോകമാധ്യമങ്ങൾ സസൂക്ഷ്മം നിരീക്ഷിക്കുമ്പോഴും ആ സൈന്യത്തിനുള്ളിൽ രൂപപ്പെട്ടു വരുന്ന അതിഭീകരമായ ഒരു ആഭ്യന്തര തകർച്ചയെക്കുറിച്ചുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. ഹാരിറ്റ്സ് പത്രം നടത്തിയ പുതിയ അന്വേഷണ റിപ്പോർട്ടുകൾ പ്രകാരം ഇസ്രയേൽ സൈനികർക്കിടയിലും പോലീസുകാർക്കിടയിലും ആത്മഹത്യാ നിരക്ക് അഭൂതപൂർവമായി വർദ്ധിച്ചിരിക്കുകയാണ്. പുറം ലോകമറിയുന്ന യുദ്ധവിജയങ്ങൾക്കപ്പുറം സ്വന്തം സൈനികരുടെ മാനസികാരോഗ്യം സംരക്ഷിക്കാൻ കഴിയാതെ ഇസ്രയേൽ സൈനിക നേതൃത്വം പകച്ചു നിൽക്കുന്ന കാഴ്ചയാണ് ഇവിടെ കാണാനാകുന്നത്. 2026 ഏപ്രിൽ മാസത്തിൽ മാത്രം ഇസ്രയേൽ സൈനികർക്കിടയിൽ ആത്മഹത്യകളുടെ ഒരു പരമ്പര തന്നെ ഉണ്ടായതായാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. പതിറ്റാണ്ടുകൾക്കിടയിലെ ഏറ്റവും ഉയർന്ന ആത്മഹത്യാ നിരക്കാണ് ഇപ്പോൾ രേഖപ്പെടുത്തപ്പെട്ടിരിക്കുന്നത്. യുദ്ധമുഖത്ത് പോരാടുന്ന സജീവ സൈനികർ മുതൽ യുദ്ധം കഴിഞ്ഞ സാധാരണ ജീവിതത്തിലേക്ക് മടങ്ങാൻ ശ്രമിക്കുന്ന റിസർവ് സൈനികർ വരെ ഈ കടുത്ത മാനസിക സമ്മർദ്ദത്തിന് ഇരയാകുന്നുണ്ട്. അതിർത്തിയിലെ വെടിയൊച്ചകളേക്കാൾ ഭീകരമായ നിശബ്ദ യുദ്ധമാണ് ഓരോ സൈനികനും സ്വന്തം മനസ്സിനുള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നത് ഈ കണക്കുകളിൽ നിന്ന് വ്യക്തമാണ്. ദീർഘകാലം നീണ്ടു നിൽക്കുന്ന സൈനിക നടപടികളും അത് സൃഷ്ടിക്കുന്ന കടുത്ത മാനസിക ആഘാതവുമാണ് ഈ ദുരന്തത്തിന്റെ പ്രധാന കാരണം. യുദ്ധകളത്തിലെ ക്രൂരമായ കാഴ്ചകളും ഉറ്റ സുഹൃത്തുക്കളുടെ വിയോഗവും സൈനികരുടെ മനസ്സിനെ ആഴത്തിൽ മുറിപ്പെടുത്തിയിരിക്കുന്നു. PTSD അഥവാ പോസ്റ്റ് ട്രോമാറ്റിക് സ്ട്രെസ് ഡിസോർഡർ ബാധിച്ച ആയിരക്കണക്കിന് സൈനികരാണ് ഇന്ന് ഇസ്രയേലിലുള്ളത്. ഇവർക്ക് കൃത്യമായ ചികിത്സയോ കൗൺസിലിങ്ങോ നൽകാൻ നിലവിലുള്ള സംവിധാനങ്ങൾ അപര്യാപ്തമാണെന്നതാണ് വസ്തുത. സാധാരണക്കാരായ റിസർവ് സൈനികരുടെ അവസ്ഥ ഇതിലും ദയനീയമാണ്. യുദ്ധമുഖത്തെ കഠിനമായ സാഹചര്യങ്ങളിൽ നിന്ന് പെട്ടെന്ന് സമാധാനപരമായ സിവിൽ ജീവിതത്തിലേക്ക് മടങ്ങുമ്പോൾ അവർക്ക് വലിയ രീതിയിലുള്ള പൊരുത്തപ്പെടൽ പ്രശ്നങ്ങൾ നേരിടേണ്ടി വരുന്നു. കുടുംബജീവിതവും യുദ്ധസ്മരണകളും തമ്മിലുള്ള സംഘർഷം പലരെയും കടുത്ത വിഷാദത്തിലേക്കും ആത്മഹത്യയിലേക്കും നയിക്കുന്നു. ഒരു വശത്ത് രാജ്യത്തിനു വേണ്ടി പോരാടേണ്ടി വരുമ്പോൾ മറുവശത്ത് തകർന്നു പോകുന്ന സ്വന്തം സ്വകാര്യ ജീവിതം അവരെ തളർത്തുന്നു. ഇസ്രയേലിന്റെ മാനസികാരോഗ്യ സംവിധാനങ്ങൾ ഇപ്പോൾ അതിന്റെ പരമാവധി ശേഷിയിലും അപ്പുറമാണ് പ്രവർത്തിക്കുന്നത്. സഹായം തേടി എത്തുന്ന സൈനികരുടെ എണ്ണം വർദ്ധിക്കുമ്പോഴും അവർക്ക് ആവശ്യമായ പിന്തുണ നൽകാൻ സൈനിക ആശുപത്രികൾക്കും കൗൺസിലിംഗ് കേന്ദ്രങ്ങൾക്കും സാധിക്കുന്നില്ല. ഇത് സൈനികർക്കിടയിൽ ഒറ്റപ്പെടൽ ബോധം വർദ്ധിപ്പിക്കുന്നു. തങ്ങൾ ഉപേക്ഷിക്കപ്പെട്ടവരാണെന്ന തോന്നൽ അവരെ കൂടുതൽ അപകടകരമായ തീരുമാനങ്ങളിലേക്ക് എത്തിക്കുന്നു. ബെഞ്ചമിൻ നെതന്യാഹുവിന്റെ സൈനിക നീക്കങ്ങൾക്ക് ഈ ആഭ്യന്തര തകർച്ച വലിയൊരു തിരിച്ചടിയാണ് നൽകുന്നത്. യുദ്ധം ജയിക്കാൻ ആയുധങ്ങൾ മാത്രം പോരാ, അത് പ്രയോഗിക്കുന്ന സൈനികരുടെ മാനസിക കരുത്തുകൂടി വേണമെന്ന് ഈ സാഹചര്യം ഓർമ്മിപ്പിക്കുന്നുണ്ട്. സൈന്യത്തിനുള്ളിലെ ഈ നിശബ്ദ ദുരന്തം ഇനിയും അവഗണിക്കാൻ സാധിക്കാത്ത വിധം വളർന്നിരിക്കുകയാണ്. യുദ്ധമുഖത്തെ മരണത്തെക്കാൾ സ്വന്തം കൈപ്പടയാൽ ജീവനൊടുക്കുന്ന സൈനികരുടെ എണ്ണം കൂടുന്നത് ഇസ്രയേൽ സമൂഹത്തെ ആകെ വലിയ ആശങ്കയിലാഴ്ത്തിയിരിക്കുകയാണ്. വരും ദിവസങ്ങളിൽ നെതന്യാഹു സർക്കാരിന് മേൽ ഈ വിഷയത്തിൽ വലിയ ജനകീയ സമ്മർദ്ദം ഉണ്ടാകുമെന്ന് ഉറപ്പാണ്.